ആദ്യം നിങ്ങൾക്ക് മിസ് ഈ രാഗത്തിന്റെ സ്വരസ്ഥാനം നമ്മളെപ്പോഴും സിയിലാണ് പിടിച്ച് കാണിക്കുന്നത് അല്ലേ? സി, ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, മധ്യമം ഇല്ല, പിന്നെ പഞ്ചമം, ചതുശ്രുതി ദൈവതം, ഷഡ്ജം, നിഷാദം ഇല്ല. അപ്പൊ ഈ മോഹനരാഗത്തിന് നമുക്ക് ബിയും എഫും വരുന്നില്ല ഇംഗ്ലീഷിൽ പറയുമ്പോൾ കേട്ടോ. പക്ഷെ നമ്മൾ ഈ രാഗം ഇന്ന് ഈ പാട്ട് നമ്മൾ എഫിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സി വന്ന് എഫായിട്ട് എടുക്കും നമ്മൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനം എങ്ങനെ പോകുന്നതെന്ന് നോക്കാം. അപ്പം ഇത് സിയുടെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സി. ഇപ്പം നമ്മൾ സി ടു സി ആണ്, ഒരു ഒക്ടേവും അല്ലെങ്കിൽ ഇങ്ങനെ ഷഡ്ജം ടു ഷഡ്ജം വരുവാണ് അല്ലേ. അപ്പം നമ്മളിവിടെ എഫ് ടു എഫ് ആണ് എടുക്കുന്നത്. അപ്പം എഫ് ടു എഫ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് സി ആയിട്ട് നമ്മൾ എടുക്കുവാണ്. അപ്പം ഇത് ഷഡ്ജം, ചതുശ്രുതി ഋഷഭമായിട്ട് നമ്മൾ എടുക്കുന്നത് പഞ്ചമത്തിൽ ഇത് കണ്ടോ, ഇത് വന്നു. ഇപ്പം ജി ഇത് നിങ്ങൾ ഈ നോട്ട് നോക്കിയാൽ മതി. ഈ സ്കെയിലിൽ നമ്മൾ 4 നോട്ട് 4 കട്ട കയറ്റിയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഇത് ഷഡ്ജമായിട്ട് ഇവിടെ എടുത്തു. ഇത് ചതുശ്രുതി ഋഷഭം, ഇത് അന്തരഗാന്ധാരം. അപ്പം മധ്യമം ഇല്ല. അപ്പം മധ്യമായിട്ട് ഇത് വന്നു. അപ്പം മധ്യമായിട്ട് ഇത് വന്നപ്പോഴെന്താ സംഭവിക്കുക? ഈ പാട്ടിനകത്ത് ഇടയ്ക്ക് മധ്യമം കയറി വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം മധ്യമം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇയിൽ നിന്നും എഫിലേക്കും വരുമ്പോഴാണ് മധ്യമം. അപ്പം ഇവിടെ ടൂൺ ഇല്ല, ഒരു 2 സെമിറ്റൂൺ കൂടുമ്പോഴാണ് ഒരു ടോൺ. അപ്പം ഇതിനകത്ത് ഒരു സെമിറ്റൂൺ. അപ്പം ഇവിടെ നമുക്ക് മധ്യമായിട്ട് വരുന്നത് ബി ഫ്ലാറ്റാണ് മധ്യമായിട്ട് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോഴേ നമ്മളത് എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്തൊരു ശകലം ഉണ്ട്, പക്ഷെ ഈ രാഗത്തിൽ മധ്യമം ഇല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ശുദ്ധ മധ്യമം ഒരു ചില ഓഷനിൽ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതെന്തായിട്ട് വന്നു? ഇപ്പം ഇത് ഷഡ്ജമായിട്ട് വന്നു, ഇത് ചതുശ്രുതി ഋഷഭമായിട്ട് മാറി, ഇത് സാധാരണ അന്തരഗാന്ധാരമായിട്ട് മാറി. സാധാരണ ഗാന്ധാരം അല്ല കേട്ടോ, അന്തരഗാന്ധാരമാണ്. പിന്നെ മദ്യം ഇല്ല ഇവിടെ. പിന്നെ നോക്കുമ്പോൾ ഇതെന്തായിട്ട് മാറി? പഞ്ചമമായിട്ട് മാറി. കാര്യം ഇവിടെ 5ാമത്തെ നോട്ടാ അല്ലേ, പഞ്ചമമായിട്ട് മാറി. ഇത് വന്ന് എന്തായിട്ട് മാറി? ചതുശ്രുതി ദൈവതമായിട്ട് ഇതങ്ങ് എടുത്തു. നമ്മൾ നിഷാദമായിട്ട് ഇത് വരും, നമ്മൾ നിഷാദം എടുക്കുന്നില്ല. പിന്നെ വന്നിട്ട് ഇവിടെയാണ് ഷഡ്ജം. അപ്പം നമ്മൾ മോഹൻ രാഗം ഇവിടെ നിർത്തുന്ന ഇങ്ങനെ വരും. നമ്മൾ 4 നോട്ട് കയറ്റി പിടിച്ചപ്പോൾ ഫ്രീക്വൻസി കൂടി, ആ പാട്ടിൻ്റെ ശ്രുതി കൂടി, പിച്ച് വലുതായി കേട്ടോ. ഇത് പിച്ച് നമ്മൾ കയറ്റി പാടുക. നിങ്ങൾ കൺഫ്യൂസ് ആകരുത് കേട്ടോ, കൺഫ്യൂസ് വരരുത്. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക. അപ്പോൾ ഇത് നമ്മൾ എഫ് മേജർ സ്കെയിലായിട്ടാണ് വരുന്നത്. മിസ്സിന് എഫ് മേജർ സ്കെയിലിന് നമുക്കറിയാം അല്ലേ, ബി ഫ്ലാറ്റ് വരുമെന്ന് മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് എഫ് മേജർ സ്കെയിലിൻ്റെ ഫിംഗറിങ് ഒന്ന് നോക്കിയാലോ. അപ്പം 4 4 ആണ്. ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ഇങ്ങനെ എടുക്കും. അപ്പോൾ 5 3 വരും. അപ്പം നമ്മൾ ഈ പാട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് മിസ് ഇങ്ങനെ ഓരോ പാട്ടിൻ്റെ ഓരോ സ്വരം നിങ്ങളെ തൊട്ട് കാണിച്ചു തരാം. എന്നിട്ട് മിസ് ഇവിടെ നമ്മൾ എപ്പോഴും വായിക്കുന്ന പോലെ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് പാട്ട് മുറിഞ്ഞു പോകുന്നെന്ന് ചിലർ പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഓക്കെ, അപ്പം നമുക്കിതെടുക്കാം. ഇപ്പം നോക്കിക്കോണേ, ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. അതെങ്ങനെ എടുക്കും? കണ്ട നോട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് തൊട്ടിട്ട് വന്ന് കണ്ടോ. അപ്പോൾ ഇത് മധ്യമമായിട്ടാണ് വരുന്നത്, ഇവിടെ തൊട്ടിട്ട്. അത് കഴിയുമ്പോൾ ഇത്രയാണ് പല്ലവിയായിട്ട് വരുന്നത്. വളരെ ചെറിയതായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ പാട്ടാണ്. ഒരു 20 മിനിറ്റ് സമയം നിങ്ങൾ
കീബോർഡിൻ്റെ മുൻപിൽ ഇരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാട്ട് ഈസി ആയിട്ട് എടുക്കാം. ഞാൻ എടുത്തതിലേക്ക് വെച്ച് ഏറ്റവും ഈസിയുള്ള പാട്ട് ഇതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇനി അടുത്ത അനുപല്ലവിയും ശരണവും ഒരേ നോട്ട് തന്നെ പോകുന്നത്. അതുകൊണ്ട് മിസ് പ്രത്യേകിച്ച് അനുപല്ലവി എടുത്ത് കാണിക്കണമെന്ന് തോന്നുന്നില്ല. അനുപല്ലവി എടുത്ത് കാണിക്കാം, ശരണം കാണിക്കണമെന്നുള്ള ആവശ്യമില്ല. ഇത് കണ്ടോ? അപ്പം നമ്മൾ ആദ്യം എങ്ങനെ എടുത്ത് ഇനി അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ മിസ് ഇങ്ങനെ പിടിച്ച് എഡ്ജിൽ പിടിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ നോട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഈ സ്വരം കാണാൻ വേണ്ടിയാണ്. നിങ്ങൾ വായിക്കുമ്പോൾ മിസ് ഓർഡറായിട്ട് ഇവിടെ വായിക്കുന്ന പോലെ വായിക്കാവുള്ളൂ, ഫിംഗർ വെക്കാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ താരുണ്ട്. ഇവിടെ ഇടയ്ക്കൊന്ന് തൊട്ടല്ലേ, പിന്നെ വീണ്ടും അത് കഴിയുമ്പോൾ ഡിയിലേക്ക് ഇത്രയേ ഉള്ളു. ഇത്രയും സ്വരത്തിനകത്താണ് ഈ പാട്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കീല് പിടിക്കേണ്ട, അതേസമയം ഇവിടെയും തൊടണ്ട. ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത്. ഇത്രയേ ഉള്ളു ഈ പാട്ട്. അപ്പോൾ ഇത് മിസ് വന്ന് ഇപ്പം നിങ്ങൾ ഈ സ്വരം കണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടി മിസ്സിങ് എടുത്ത് ഈ വിധത്തിൽ മിസ് അത് വായിച്ച് കാണിച്ചു തരാം. ഇതാ അത് കഴിഞ്ഞ് അനുപല്ലവി. അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പോഴേ ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ മിസ് എടുത്തില്ലേ, അങ്ങനെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇച്ചിരി സംഗതി ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. അത് ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ അത് എടുക്കണ്ട, അത് വിട്ട് കളയുക. പക്ഷെ അത് കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ എടുക്കുക. അപ്പം നമുക്കിതിനെ ഏതെല്ലാം കോഴ്സ് പഠിക്കാൻ സാധിക്കും. അപ്പം നോക്കിയാലോ, ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ എഫിലാണ് പിടിച്ചല്ലേ. നമ്മൾ ഈ പാട്ടെടുത്ത് എഫിൽ പിടിച്ചെടുത്തു. അപ്പം നമ്മൾ എന്താ ചെയ്യുക, എഫ് എ സി, ഈ 3 സ്വരസ്ഥാനം ഇതിനകത്തുണ്ടായി. 3 സ്വരം ഇതിനകത്തുണ്ടായിരുന്നല്ലേ നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ. ആക്ച്വലി നമ്മൾ സിയിൽ പിടിച്ചെന്ന ഇത് വരില്ല, പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ, കണ്ടോ. പിന്നെ നമുക്ക് ഇതിനെടുക്കാൻ പറ്റിയ കോഡ്സ് ഏതാ, നമ്മൾ ഈ ബി ഫ്ലാറ്റിൽ കയറി വന്നായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമുക്കിത് ഇപ്പം മിസ് ഇതിങ്ങനെ കാണിക്കുന്നത് ഇവിടെ ക്യാമറയുടെ മുന്നിൽ ഇതാണ് നമുക്ക് ഇരിക്കുന്ന സ്പേസ്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കോഴ്സ് പഠിക്കുമ്പോൾ ഇവിടെയാണ് പഠിക്കുന്നത് കേട്ടോ. പക്ഷേ അപ്പം മിസ് ഇവിടെ കാണിക്കുന്നു വന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഇത് പിടിച്ചു. നമുക്ക് എന്താ ഇനി ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ അത് ബി ഫ്ലാറ്റ് മേജറായിട്ട് പിടിക്കാം, ഉണ്ടോ. പിന്നെ നമുക്ക് ഡി മൈനറിലോട്ട് പിടിക്കാം ഇങ്ങനെ. പിന്നെ എഫ് മേജറെ പിടിക്കാം, മിസ് കാണിച്ചു തന്നായിരുന്നല്ലേ. ഇങ്ങനെയുള്ള കുറേ കോഡ്സുകൾ പിടിക്കാം. പിന്നെ നമുക്ക് ഇത് കണ്ട, ഇത് 6 ഇങ്ങനെയുള്ള കോഡുകളൊക്കെ പിടിക്കാം. ഇങ്ങനെയുള്ള കോഡുകളൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ ഇത്രയും ഈ പാട്ടിന് നിങ്ങൾ ഈ 3-4 കോഡ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. വളരെ ലളിതമായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയൊരു പാട്ടാണ്. പിന്നെ നമ്മൾ ബോർഡിൽ എപ്പോഴും മിസ് നിങ്ങളെ പഠിപ്പിക്കാറുണ്ടല്ലേ, കീബോർഡിൽ അത് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് എ ഫ്ലാറ്റ് 9 ഫ്ലാറ്റ് 5. നമ്മളതെങ്ങനെ പിടിക്കുക, എ ഫ്ലാറ്റ് 9 ഫ്ലാറ്റ് 5 എങ്ങനെ പിടിക്കും. നമുക്ക് വന്ന് ഇത് കണ്ടോ, ജി ഫ്ലാറ്റ്, ഇവിടെ മിസ് കാണിച്ചു തരാം. ജി ഫ്ലാറ്റും
അതേസമയം ഇത് ജിയുടെ ഫ്ലാറ്റ്. അപ്പം ജിയുടെ ഫ്ലാറ്റ് എന്തായിട്ടാണ് വരിക? ജിയുടെ ഫ്ലാറ്റ് വന്നിട്ട് എഫിന് ഷാർപ്പല്ലേ? അപ്പം ജി ഫ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡി, ഇത് കണ്ടോ, ജി ഫ്ലാറ്റ് ഡി. അതേസമയം നമ്മൾ വന്ന് സിയും ബിയും കൂടെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനെ ബി ഫ്ലാറ്റ് പിടിക്കും. കണ്ടോ, ഇങ്ങനെ നമ്മൾ പിടിച്ചാൽ ഇതിന് പറയുന്നതാണ് എ ഫ്ലാറ്റ് 9 ഫ്ലാറ്റ് 5. അപ്പം നമ്മൾ എവിടെയൊക്കെ പിടിച്ചു? ജി ഫ്ലാറ്റിൽ പിടിച്ചു, ഡിയിൽ പിടിച്ചു, സിയിൽ പിടിച്ചു, ബി ഫ്ലാറ്റിൽ പിടിച്ചു. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെ എ ഫ്ലാറ്റ് 9 ഫ്ലാറ്റ് 5. അതേസമയം നമുക്കിത് ഷാർപ്പ് എ ഫ്ലാറ്റ് 9 ഷാർപ്പ് 5 ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഡിയിൽ നിന്ന് നമ്മൾ നേരെ എടുത്ത് സിയിലേക്ക് വെക്കുക. കണ്ടോ, ഇങ്ങനെ സിയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, ഇവിടെ വെച്ചു, ബി ഫ്ലാറ്റ് വെച്ചു, ജി ഫ്ലാറ്റ് വെച്ചു, പിന്നെ നമ്മൾ സിയും ഇയും കൂടി പിടിച്ചു. കണ്ടോ, അപ്പം മിസ് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നെങ്കിലും ഇത് ഇൻവെർഷൻ മാറ്റിയ മിസ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ക്യാമറ ഞാൻ സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇത്ര എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ക്യാമറ സൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് വരെ പോകത്തില്ല. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇവിടെയല്ല, ഈ എഫ് വന്നിട്ട് ഇവിടെ എടുക്കണം. കണ്ടോ, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താൽ എന്തായി? എഫ് അല്ല, ഇത് ജി ഫ്ലാറ്റ് ആണ് കേട്ടോ. എഫ് ഷാർപ്പ് എന്ന്, ഇത് ജി ഫ്ലാറ്റ്. അപ്പൊ ജി ഫ്ലാറ്റ് ഇങ്ങനെ എടുക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇത് വന്ന് എ ഫ്ലാറ്റ് 9 ഫ്ലാറ്റ് 5 ആയി, എ ഫ്ലാറ്റ് 9 ഷാർപ്പ് 5 ആയി. ഷാർപ്പ് എന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റി? ഒരു ടോൺ മാറി അല്ലേ? സെമിറ്റോൺ അല്ല, ഒരു ടോൺ മാറി. അപ്പൊ ഫ്ലാറ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ടോൺ ബാക്കിലോട്ട് മാറി. ഇത് ഇങ്ങനെ ഇപ്പൊ ഇൻവെർഷൻ മാറ്റി നിങ്ങൾക്ക് ഇത് പിടിക്കണം, ഇങ്ങനെ പിടിക്കുക. എന്താ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നേരെ മിസ്സിൻ്റെ കോൺടാക്റ്റിലേക്ക് വിളിക്കുക. മിസ്സിൻ്റെ മൊബൈൽ നമ്പർ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന് നമ്മുടെ ഇൻട്രോ വരുമ്പോൾ തന്നെ കാണാം. അതുകൊണ്ട് നമ്പർ വിളിച്ചിട്ട് ചോദിക്കുക, മിസ്സേ സംശയങ്ങളുണ്ട്. സംശയങ്ങൾ ഒത്തിരി പേർക്കുണ്ട്, പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. കൂടുതലും നമ്മൾ ഈ വെസ്റ്റേൺ ഇതിൻ്റെ നമ്മൾ നൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് രാഗത്തിൻ്റെ സ്വരസ്ഥാനം കാണിക്കുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂസ് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒരു ഇതും വേണ്ട. നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ഇന്ത്യൻ സമയം ഒരു രാവിലെ 8 തൊട്ട് വൈകിട്ട് ഒരു 6 മണി ഒക്കെ ഉള്ള സമയത്ത് എപ്പോൾ വിളിച്ചാലും മിസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിൻ്റെ ബോർഡിലേക്ക് നോക്കാം. നമ്മൾ എയുടെ കോഴ്സ് ഇങ്ങനെ ഓർഡറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എനിക്ക് 48 കോഴ്സ് ഉണ്ടെന്ന് മിസ് പഠിപ്പിച്ചായിരുന്നു. അതിൽ കോഴ്സ് ഇങ്ങനെ ഓർഡറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എ ഫ്ലാറ്റ് 9 ഫ്ലാറ്റ് 5, അതായത് എ ഫ്ലാറ്റ് 9 വിത്ത് ഫ്ലാറ്റഡ് ഫിഫ്ത്ത് 1 2 3 5 ഫിംഗർ നമ്പർ, സിയും ഡിയും ചേർത്ത് പിടിക്കുക, ബി ഫ്ലാറ്റും ജി ഫ്ലാറ്റും പിടിക്കുക. അതാണ് ഇതിൻ്റെ കോഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ. ഇതിങ്ങനെ നോട്ടിലെ നൊട്ടേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ. അതേസമയം ഇത് വന്ന് എ ഫ്ലാറ്റ് 9 വിത്ത് റൈസ്ഡ് ഫിഫ്ത്ത് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളിവിടെ സിയും ഡിയും കൂടി ആയിരുന്നു പിടിച്ചത്. ഇവിടെ വന്ന് ഒരു ടോൺ കയറ്റി പിടിച്ചു അല്ലേ, ഇയിലേക്ക് വന്നു. അതാണ് അപ്പോൾ ഷാർപ്പ് വന്നപ്പോൾ ഡി മാറി ഇ ആയി. ബാക്കിയെല്ലാം സെയിം ആണ് അല്ലേ. ഇത് മാത്രമാണ് ഇത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക. അതേസമയം മിസ് കീബോർഡിൽ പിടിച്ച് കാണിച്ചപ്പോൾ ഇയെ കൈ വെച്ചിട്ട് മിസ് സി എന്നാണ് പറഞ്ഞത്. ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ പറഞ്ഞപ്പോൾ സംഭവിച്ചായിരുന്നു. എങ്കിലും നിങ്ങൾക്ക് അറിയാം അത് സി അല്ല, അത് ഇ ആയിരുന്നു. നിങ്ങൾക്ക് അവിടുത്തെ നൊട്ടേഷൻ അവിടെ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. മിസ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ ഡിയിൽ നിന്ന് ഫിംഗർ എടുത്ത് സിയിൽ വെക്കുക എന്നാണ് പറഞ്ഞത്. സിയിലല്ലായിരുന്നു, ഡിയിൽ നിന്ന് ഫിംഗർ എടുത്ത് ഇയിലായിരുന്നു വെച്ചത് മിസ്. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞേക്കണം ഇത് മിസ്റ്റേക്ക് വന്നത്. ഞാൻ പിന്നെ തിരിച്ച് റീഷൂട്ട് ചെയ്യാൻ പോകാൻ ഞാൻ മിസ്സിന് സ്കൂളിൽ പോകാൻ സമയമായി ഇപ്പോഴേ. അപ്പോൾ ഇനി അത് പിന്നെ ഞാൻ നിങ്ങളുടെ പറഞ്ഞ് തിരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇ സി ബി ഫ്ലാറ്റ് ജി ഫ്ലാറ്റ്, ഇവിടെ ഡി സി ബി ഫ്ലാറ്റ് ജി ഫ്ലാറ്റ്. ഇതാണ് വ്യക്തി പ്രത്യേകിച്ച് പഠിക്കാനുള്ള. സംശയമുള്ളവർക്ക് ഒരു ഇതും വേണ്ട കേട്ടോ. മിസ്സിനെ എപ്പോഴും വിളിക്കുക. മിസ് അവൈലബിൾ മിസ്സിനെ വിളിക്കുക. മിസ് ക്ലിയർ ആയിട്ട് ചെയ്തു തരാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ വളരെ നന്ദിയുണ്ട്. നമുക്കപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.